കുറച്ച് നാളുകളായിട്ട് ലഹരി ഉപയോഗിക്കുന്നവരുടെ പുറകെയാണ് നമ്മുടെ പോലീസും നമ്മുടെ സർക്കാരും ഒക്കെ. കാരണം ലഹരി ഉപയോഗം നമ്മുടെ കൊച്ചു കേരളത്തിലെ യുവതലമുറയിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വാർത്തകളും ഒക്കെ പുറത്തു വരുന്നത്. നിരവധി ക്യാമ്പയിനുകൾ, അത് വാർത്താ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്, സർക്കാർ ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പിടിയിലാവുന്നത് ഈ ഡീലേഴ്സ്, ഈ സാധാരണ ഇത്തരത്തിൽ കടത്തുകൾ നടത്തുന്ന, അതായത് കച്ചവടങ്ങൾ നടത്തുന്ന 19, 20, 25 വയസ്സുള്ള കുറേ പയ്യന്മാരെ അല്ലെങ്കിൽ കുറച്ച് പെൺകുട്ടികളെയൊക്കെ പിടിച്ചിട്ടുണ്ട്, ഉപയോഗിക്കുന്നവരെ പിടിച്ചിട്ടുണ്ട്, ചില ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവരെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല ആൾക്കാരിലും ഇത് പടർന്ന് അവരെയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്ന വാർത്തകളൊക്കെയാണ് വരുന്നത്. പക്ഷെ പല വമ്പന്മാരും പിടിക്കുന്നില്ല അല്ലെങ്കിൽ പിടിപെടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ വമ്പൻ സ്രാവുകളൊന്നും ഈ ലഹരി ഉപയോഗിക്കുന്നില്ലേ, അവരൊന്നും ഇത്തരത്തിൽ കച്ചവടം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു സംശയം വരും. അപ്പോൾ സാധാരണ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു മീഡിയം അല്ലെങ്കിൽ സാധാരണ ലെവലിൽ നിൽക്കുന്നവരാണോ കൂടുതലും ഈ ലഹരിക്ക് അടിമപ്പെട്ടത് എന്നുള്ളൊരു കാര്യങ്ങൾ വരും. എന്നാൽ അങ്ങനെയല്ല, വമ്പന്മാരാണ് കൂടുതൽ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത്. കാരണം നമുക്ക് അടുത്ത കാലത്തായിട്ട് ആദ്യമേ സിനിമാ മേഖലയിൽ നിന്നാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നത് ഇങ്ങനെ കൂടുന്നു എന്നുള്ളത് പല നടന്മാരിൽ നിന്നും സിനിമാ പ്രവർത്തകരിൽ നിന്നും അന്ന് വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അന്ന് ആരും വിലക്കെടുത്തില്ല, കാരണം ആ കേസുകൾ തേച്ചു മാച്ച് കളയുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയൊക്കെ പിടിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് എത്തി ഇതിനിടയിലൂടെ. പക്ഷേ എന്നിട്ടും പോലീസോ അല്ലെങ്കിൽ സർക്കാരോ ആ ഒരു സിനിമാ മേഖലയിലേക്ക് ഒരു അന്വേഷണവുമായി മുമ്പോട്ട് പോയില്ല. അതെന്താണ്? ഈ വമ്പൻ സ്രാവുകളുടെ അടുത്ത് ഇവർക്കൊക്കെ ഒരു മടി. കാരണം അവർ ലഹരി ഉപയോഗിക്കുന്നില്ല, അതിനൊക്കെ തെളിവുകളില്ലേ, പല പ്രമുഖരും തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അതിനകത്ത് എന്താ ഒരു മടി? അവിടെ വരുമ്പോൾ ഒരു തടസ്സം എന്താ? ആ തടസ്സം ഒന്നും നീക്കണമല്ലേ. ഏതായാലും സിനിമാ മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളത് പുറത്തു വന്ന പീഡനങ്ങളും അല്ലെങ്കിൽ ലൈംഗിക ചൂഷണങ്ങളും അല്ലെങ്കിൽ നടിമാരെയൊക്കെ കൂടുതൽ അവർ ഉപയോഗിക്കുന്ന അനാവശ്യമായിട്ടുള്ള ഉപയോഗങ്ങളും ഒക്കെ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒക്കെ പുറം ലോകം ചർച്ച ചെയ്യും. പക്ഷെ ഒരു മാസം ചർച്ച ചെയ്യും മാധ്യമങ്ങൾ, പിന്നീട് ഈ ഒരു ചർച്ചകളൊന്നും പിന്നീട് കാണുന്നില്ല, കാര്യമായി എടുക്കുന്നില്ല. കാരണം അവിടെ എത്തുമ്പോഴത്തേന് ഇതൊക്കെ അങ്ങ് പൊടിഞ്ഞ് തരിപ്പണമായി പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ വീണ്ടും ഒരു നടി ഇത്തരത്തിൽ ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, മിൻസി അലോഷ്യസ് റിയാലിറ്റി ഷോയിലൂടെയാണ് ഒരു അഭിനയ രംഗത്തേക്ക് വിൻസി അലോഷ്യസ് വന്നത്. വലിയ നല്ലൊരു നടിയാണ്, നല്ല കഴിവുള്ള ഒരു നടി എന്ന് തന്നെ പറയാം. നിരവധി കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളെങ്കിലും എല്ലാം നല്ല വേഷങ്ങളുമായിരുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയത്തിൽ മികവ് പുലർത്തുന്ന ഒരു നടി തന്നെയാണ് വിൻസി അലോഷ്യസ്. വിൻസി അലോഷ്യസ് ഈ ഇടയ്ക്ക് ഒരു ലഹരി വിരുദ്ധ ചടങ്ങിനിടയിൽ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞിരുന്നു, ഞാൻ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളുമായിട്ട് ഞാൻ ഇനി അഭിനയിക്കില്ല. അവരുടെ ഒരു നിലപാട് അറിയിച്ചു. പക്ഷെ അതിന് നിരവധി വിമർശനങ്ങളായിരുന്നു വിൻസി നേരിട്ടത്. കാരണം അങ്ങനെയാണെങ്കിൽ തങ്ങൾ അഭിനയിക്കേണ്ടിയേ വരത്തില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള കമന്റുകളും സോഷ്യൽ മീഡിയ ഇതങ്ങ് എടുത്ത് പൊങ്കാലയിടുന്നു. പക്ഷെ ഒരുപാട് പേര് അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്നു. പലരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എങ്ങനെ നിങ്ങൾ അഭിനയിക്കും? ലഹരി എന്ന് പറയുമ്പോൾ മദ്യമുണ്ട്, കഞ്ചാവുണ്ട്, MDMA ഉണ്ട്, സിഗരറ്റ് ഉണ്ട്, ഇതെല്ലാം ലഹരി തന്നെയാണ്. അപ്പം ഇതൊന്നും ഉപയോഗിക്കാത്ത നടന്മാരുണ്ടോ? അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ? ഡയറക്ടേഴ്സ് ഉണ്ടോ? അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിന്റെ കൂടെ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു ഇതിന്റെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ കച്ചവടം കൂട്ടിക്കെട്ടി എന്താ പറയുന്നത്, വീട്ടിൽ ഇരിക്കേണ്ടതായിട്ട് വരും. അത് ഒരു വിഭാഗം ജനങ്ങൾ അത് പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ആരാണ് ലഹരി ഉപയോഗിക്കാത്തത്? ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. ഇപ്പം മദ്യം അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ MDMA അല്ലെങ്കിൽ പറയുന്ന ഏത് ഡ്രഗും ലഹരി തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കേണ്ടുന്നതായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാകും എന്ന തരത്തിൽ ഒരാഴ്ച കൊണ്ട് വിൻസി അങ്ങ് മൊത്തത്തിൽ പൊങ്കാലയിടുന്ന ഒരവസ്ഥയായിരുന്നു സോഷ്യൽ മീഡിയ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിൻസി അതിന് ഒരു കൃത്യമായിട്ടുള്ള അതിൻ്റെ മറുപടിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. വിൻസി പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞതിൽ പല വിമർശനങ്ങളും, എന്നാൽ നിരവധി പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷെ അതിൻ്റെ കാരണം എന്താണ്? ഞാൻ അങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട്, അത് എനിക്ക് വ്യക്തമാക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഈ ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ഞാൻ അഭിനയിച്ച ഒരു നല്ലൊരു ചിത്രം, ഒരു പ്രമുഖ ചിത്രത്തിലെ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ അങ്ങനെ തുറന്നു കാണിച്ചത്. ആ ഒരു ചിത്രത്തിൽ ഒരു പ്രമുഖ നടനിൽ നിന്ന് എനിക്കുണ്ടായ ഒരു തിക്താനുഭവം, അതുകൊണ്ടാണ് ഞാനത് തുറന്നു പറഞ്ഞത്. ഞാൻ ആ ഒരു നിലപാടിൽ നിന്ന് ഞാൻ ഇനി മാറത്തേയില്ല. കാരണം എനിക്ക് അത്രമാത്രം ആ ഒരു സിനിമയിൽ എനിക്ക് വളരെ ഒരു മോശം അനുഭവമാണ് എനിക്കും എൻ്റെ ഒരു സഹപ്രവർത്തകയ്ക്കും ഉണ്ടായത്. ആ ഒരു നടൻ ഫുൾ ടൈം ഈ പറഞ്ഞതുപോലെ മദ്യമാണെങ്കിലും കുഴപ്പമില്ല, ഈ പറഞ്ഞതുപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്ന
പബ്ലിക്കായിട്ട് ഡ്രഗ് ആ സിനിമ സെറ്റിൽ യൂസ് ചെയ്തിരുന്ന ഒരു പ്രമുഖ നടനാണ്. പ്രമുഖ നടൻ്റെ പേര് വിൻസി വ്യക്തമാക്കുന്നില്ല. പക്ഷെ ആ സിനിമ വലിയ ഹിറ്റായിരുന്നു. ആ ഹിറ്റായ സിനിമയിൽ ഒരു പ്രമുഖ നടനാണ്. കാരണം ഈ നടൻ സംസാരിക്കുമ്പോൾ വായിൽ നിന്ന് ഈ വെളുത്ത പൊടിയാണ് ചവച്ച് തുപ്പുന്ന പുറത്തോട്ട് വരുന്നത്. അത്രയ്ക്ക് ഇതെല്ലാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സെറ്റിൽ സംവിധായകനാണെങ്കിലും ഈ പറയുന്ന ടെക്നിക്കൽ ടീമാണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എല്ലാവരും ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ എന്നിട്ട് അവർക്ക് ഒരു വാക്ക് മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം ഇത്രയും കോടി പ്രോജക്റ്റ് നിർമ്മിക്കുന്ന ഒരു സിനിമ അത് നിർത്തിവെച്ചാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ. അപ്പം വിൻസി ഒരു ഭാഗത്ത് നിന്ന് അവർ കംഫർട്ടബിൾ ആക്കുന്നുണ്ട്, മറ്റേ ഭാഗത്ത് ഈ നടനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും പോകുന്നില്ല. ദിവസങ്ങൾ എങ്ങനെ കഴിച്ചു കൂട്ടി എന്ന് വിൻസിക്ക് തന്നെ അറിയില്ല. എന്നിട്ട് ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി വിൻസി പറയുന്നുണ്ട്. ഞാൻ ഇതിനിടയിൽ എൻ്റെ ശരീരത്തിൽ എൻ്റെ ഷോൾഡറിൻ്റെ ഒരു ഡ്രസ്സ് പ്രശ്നം വന്നു. അപ്പോൾ അതെനിക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഉടനെ ഈ നടൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാണ് ഞാനത് ശരിയാക്കി തരാമെന്ന്. അപ്പൊ അത്രമാത്രം അധപ്പതിക്കുന്നുവോ അല്ലെ അധപ്പതിച്ചോ നടന്മാരെന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത്. ഇത്രമാത്രം ബോധമില്ലാതെ എങ്ങനെ ഇവർ അഭിനയിക്കുന്നു, ഇവരെയൊക്കെ എന്തിന് കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വരുന്നത്. ഇതൊക്കെ പ്രൊഡ്യൂസേഴ്സ് ആയാലും അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആയാലും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ളവരെ അടുപ്പിക്കരുത്. കാരണം ലഹരി വിമുക്ത ക്യാമ്പയിനുകളൊക്കെ ഈ പറയുന്ന പ്രമുഖ നടന്മാരും നടിമാരും ഒക്കെ നടത്തുമ്പോൾ ഇവർ തന്നെ ഉപയോഗിക്കുന്നത്, ഇവർ മാതൃകയാകേണ്ടുന്ന സമൂഹത്തിൽ ഇവർ തന്നെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പാകപ്പിഴകളൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. വിൻസിക്കും വിൻസിയുടെ സഹപ്രവർത്തകയ്ക്കാണ് ഉണ്ട്. അവസാനം ഇവർക്ക് എങ്ങനെയൊക്കെയോ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയാണ് ആ സിനിമാ നിർമ്മാണം പൂർത്തീകരിച്ചത്. കാരണം ഈ നടനെ ഇടയ്ക്ക് വെച്ച് ഒഴിവാക്കാൻ പറ്റില്ല. അത് മറ്റൊരു ഭാഗമാണ്. കാരണം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എത്രയോ പേരുടെ കഷ്ടപ്പാടുകളുണ്ട്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഈ നടനോ നടിയോ അല്ലെങ്കിൽ നായകനോ നായികയോ മാത്രമൊന്നും അല്ല, സഹനായകനും അല്ല, സഹനായികയല്ല. ഇതിന് പുറകിൽ കുറേ ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ ഈ പറയുന്ന പ്രൊഡക്ഷനിൽ നിൽക്കുന്നവർ, ലൈറ്റ് ബോയ്സ്, ഡ്രൈവിങ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുകൾ ചേർന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു പ്രയത്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമാ മേഖലയിൽ വീണ്ടും ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയൊക്കെ പണ്ടേ ഒരിക്കൽ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ചോദിച്ചപ്പം ഷൈൻ ടോം ചാക്കോ അന്ന് പറഞ്ഞത് ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള ചീത്ത ഭാഷകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് അതിനെ അടിച്ചമർത്തിയത്. ഇന്നിപ്പം വെട്ടിലായി കിടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സിനിമാ നടന്മാരുടെ മണ്ടയിലോട്ട് ഒരു വിരൽ ചൂണ്ടാൻ പോലും അവർ സമ്മതിക്കാത്ത രീതിയിൽ ആക്കിയിരിക്കുകയാണ്. അവർക്ക് എന്താണ് ഇത്ര വലിയ പ്രത്യേകത? ഒന്നുമില്ല. ഈ നടന്മാരെയും നടിമാരെയൊക്കെ ഇത്രയും വളർച്ചയിൽ എത്തിച്ചത് ഈ ജനങ്ങൾ തന്നെയാണ്. ഈ നമ്മുടെ മലയാളി ഇവരുടെ പ്രേക്ഷകരാണ്. ഈ പ്രേക്ഷകർ ഒന്ന് മാറി നിന്നാൽ ഇവരൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല. ഇവരുടെ ഓരോ രൂപയാണ് ഇന്ന് അവരുടെയൊക്കെ വളർച്ചയുടെ ഒരു ഭാഗം എന്ന് തന്നെ പറയാം. ഈ തിയേറ്ററിൽ കൊണ്ടു കൊടുക്കുന്ന ഓരോ രൂപയുടെയും നമ്മളൊക്കെ കഷ്ടപ്പെട്ടാണല്ലോ ഈ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. അപ്പം ഇവരെയൊക്കെ വളർത്തിയെടുക്കുന്നത് ആരാ? നമ്മളെന്ന് പറയുന്ന സമൂഹം. അപ്പം അവരുടെ ഭാഗത്ത് ഒരു തെറ്റ് കാണുമ്പോൾ അത് വലിയവനായിക്കോട്ടെ താഴ്ന്നവനായിക്കോട്ടെ എല്ലാവരെയും ഒരേ രീതിയിൽ കാണും. അപ്പോൾ ഒരു തെറ്റ് കാണുമ്പോൾ അതിൽ ഒരു തടയിടുന്ന ഒരു പ്രവണത അത് മാറ്റി നിർത്തുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നപ്പോൾ നമുക്കറിയാം അതൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. മാധ്യമങ്ങളൊക്കെ ആദ്യം എല്ലായിടത്തും ഒന്ന് കൊട്ടിഘോഷിക്കും, പിന്നെ അങ്ങ് തണുത്ത് താഴോട്ട് പോകും. ഹേമ കമ്മിറ്റി ഇപ്പം ഏത് വഴി ഇനി മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ ചെതലരിച്ചത് രണ്ടും എല്ലാം പീസായി പോകും. അത്തരത്തിൽ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ലഹരിയുടെ കാര്യങ്ങളിലും. സിനിമാ ലോകം പൂർണ്ണമായി ലഹരി മാത്രമല്ല, പെൺവിഷയം, ലൈംഗികത, ഇതൊക്കെ കൊണ്ട് ഒരു അധോലോകമായിട്ട് മാറിയിരിക്കുക. അതിനകത്തോട്ട് ആരെയും കടത്താതിരിക്കുക, അത്തരത്തിൽ പോകാതിരിക്കുക. കാരണം നമ്മുടെ സർക്കാർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവരെയൊന്നും വലയിൽ വീഴരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇവരെയൊക്കെ കണ്ടാണ് നമ്മുടെ കൂടുതലും ഈ സിനിമാ മേഖലയിൽ നടന്മാരെയും നായികമാരെയൊക്കെ അവരുടെ ഓരോ സിനിമകൾ കണ്ടാണ് നമ്മുടെയൊക്കെ തലമുറ മുമ്പോട്ട് വരുന്നത്. അപ്പം ഈ തലമുറയുടെ ഒരു മാതൃക ആൾക്കാർ തന്നെയാണ് ഈ നായികമാരും ഒക്കെ. ഓരോരുത്തരും ഇൻസ്പയർഡ് ആവുന്നത് ഇവരെയൊക്കെ ഈ ആക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ നമുക്കറിയാം മോഹൻലാലും മമ്മൂട്ടി ഇങ്ങനെയൊക്കെയുള്ള ഇവരെയൊക്കെ ഇപ്പോഴും നെഞ്ചിലേറ്റി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവരൊക്കെയാണ് സമൂഹത്തിന് മാതൃകയാണ്ടത്. അത്തരത്തിലുള്ളവർ ഇത്തരത്തിൽ ലഹരിയുടെ അടിമപ്പെട്ടിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ തെറ്റ് കാണിക്കുമ്പോൾ നമ്മുടെ യുവതലമുറ പിന്നെ എങ്ങനെ മാറാതിരിക്കും?